വളരെ വേദനാജനകമാണ്. ഒരുപാട് യാത്രയപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് പെൻഷനായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് സ്ഥലം മാറിപ്പോണത്. പക്ഷേ ഇത് കേരളത്തിൽ നടുക്കിയിട്ടുള്ളൊരു യാത്രയപ്പാണ്. ഒരിക്കലും ഈ അധ്യാപകരോ അല്ലെങ്കിൽ ഇത് മരണപ്പെട്ടവരോ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇന്നലെയാണ് ഇവിടുന്ന് ടൂർ പോകണല്ലേ? 2 മണിക്കാണ് ഇവിടുന്ന് വിനോദസഞ്ചാര യാത്ര പോകുന്നത്. ഈ വിനോദസഞ്ചാര യാത്ര പോകുമ്പോൾ ഇന്നിവിടെ കാണുന്നത് ഈ തമിഴ്നാടിൻ്റെ ആംബുലൻസുകളാണ്. ഈ തമിഴ്നാട് ആംബുലൻസുകളിൽ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു കണ്ണീരോടല്ലേ യാത്രയപ്പ് നമ്മൾ ഒരിക്കലും ഈ ടീച്ചേഴ്സ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മനുഷ്യൻ്റെ അവസ്ഥയാണ് വളരെ വേദനാജനകമാണ്. കേരളം കണ്ണീരിലാണ്. ജനങ്ങൾ വന്ന് തിക്കി തിരക്കേണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്നലെയാണ് വാൾപ്പാറയിൽ വെച്ചിട്ട് അപകടമായത്. മുൻ കുറുവ പഞ്ചായത്ത് പ്രസിഡന്റാണ് എൻ്റെ കൂടെ, നസീറമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. എന്താണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ? ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ നമ്മുടെ കുറുവ പഞ്ചായത്തിനകത്തുള്ള ഒരു LP സ്കൂളാണ്. അതില് 6 ടീച്ചേഴ്സും ഒരു ടീച്ചർ. ഈ സ്കൂളല്ല ശരിക്കും? അല്ലല്ല, ഈ സ്കൂളല്ല. ഇത് നമ്മൾ പൊതുദർശനത്തിന് വെക്കാൻ വേണ്ടി സൗകര്യാർത്ഥം ഇങ്ങോട്ട് മാറ്റിയതാണ്. നമ്മൾ തൊട്ടപ്പുറത്ത് LP സ്കൂളാണ് അല്ലേ? വീഡിയോ ദൃശ്യങ്ങൾ LP സ്കൂളിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാം. അപ്പോൾ എത്ര ടീച്ചേഴ്സാണ് ടോട്ടലി അവിടെ ഉള്ളത് അറിയോ? അവിടെ 8 ടീച്ചേഴ്സാണ് ഉള്ളത്. പിന്നെ KG സെക്ഷനിൽ വേറെ ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് KG സെക്ഷനിലും ഇവിടുത്തെ 2 ടീച്ചേഴ്സും പോയിട്ടില്ല. ഒരു ടീച്ചർ അജിന്റെ ആവശ്യം പറയാൻ വേണ്ടി വീഡിയോ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊരു യശോദ പറഞ്ഞൊരു ടീച്ചറും പോയിട്ടുണ്ട്. അപ്പൊ ഇവര് ഈ സ്കൂൾ പൂട്ടിയിട്ട് സെപ്പറേറ്റ് പ്ലാൻ ചെയ്ത് ടീച്ചേഴ്സ് മാത്രം പ്ലാൻ ചെയ്തതാവും. സ്കൂൾ വെക്കേഷൻ ആയപ്പോൾ സെപ്പറേറ്റ് ടീച്ചേഴ്സ് മാത്രമായിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. സ്കൂളിനെ നമുക്ക് പറയാം ഒരുപാട് കാലത്തിന് ശേഷം സ്കൂൾ ഏറ്റവും നല്ല രീതിയിൽ ഇവരൊരു കൂട്ടായ്മയാണ്. പിന്നെ HM അജിത ടീച്ചർ അതിലുണ്ട്. പിന്നെ ഇതിൽ പെട്ടിട്ടുണ്ട്. ടീച്ചറുടെ നേതൃത്വത്തിൽ ഇവര് നല്ല ഒരു ഗാങ് ആയിട്ട് തന്നെ സ്കൂളിനെ നല്ല മാതൃകാപരമായി കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. ആ സമയത്താണിത് വെക്കേഷനായ സമയത്ത് അവര് ടീച്ചേഴ്സിന്റെ മക്കളും സ്കൂളിന്റെ വാഹനം തന്നെയാണ് പോയിട്ടുള്ളത്. സ്കൂളിന്റെ വാഹനമല്ല, ചൂനൂരിലെ ഒരു ഡ്രൈവറാണ്. പുറത്തുനിന്ന് ഒരു ട്രാവലർ വിളിച്ചിട്ടാ പോയിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പൊ ഇന്നലെ നമ്മൾ ആക്സിഡന്റ് ആയ സമയത്ത് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത്. കാരണം അങ്ങനെ സ്കൂളിൽ നിന്ന് പോകുമ്പോ നമ്മളൊക്കെ മറ്റത് ഫാമിലി ആയിട്ട് പോകുമ്പോ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ ആക്സിഡന്റ് ആയ ന്യൂസ് വരുമ്പോഴാണ് നമ്മൾ ആരൊക്കെ പോയിട്ടുള്ളതെന്നും കുട്ടികൾ എത്ര ആളുണ്ടെന്നും എങ്ങനെയാണ് പോയിട്ടുള്ളതെന്നൊക്കെ അന്വേഷിക്കണം. പാചകക്കാരി ഒരു ടീച്ചർ സാജിദത്ത വരെ പോയിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഒരുമിച്ച് ഇറങ്ങിയിട്ടുള്ളത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്, ഒരുമിച്ചുള്ള യാത്ര, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ, ഒരുമിച്ച് കളിച്ചവർ, വിദ്യാർത്ഥികളെ, ഈ സ്കൂളിന്റെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഈ രക്ഷിതാക്കളെ, ഇവരെ ബന്ധുക്കളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന അറിയില്ല. കാരണം വരുന്നവരൊക്കെ വിങ്ങിപ്പൊട്ടിയിട്ടാണ്. വളണ്ടിയേഴ്സ് കാര്യങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അവരൊക്കെ കാരണം MLA സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ നജ്മ തബ്ഷീറ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങൾ എല്ലാവരും ഈ ഒരു സ്ഥലത്ത് ഉണ്ട്. ഒരുപാട് ജനങ്ങൾ, പൊതുജനങ്ങളായിട്ടുള്ള ആളുകൾ കാണാൻ വേണ്ടി വന്നിട്ടുള്ളവർ എല്ലാവരും ആരെയും സമാധാനിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഏതായാലും ഇത്തരം അപകടങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്നും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ദുരന്ത വാർത്തകൾ ഇനി കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ കേൾക്കാതിരിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയും വേദനാജനകരമാണ്. നമുക്കൊക്കെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ഹാഷിം എന്ന മോനുണ്ട് കൂടെ അല്ലേ? ടീച്ചർ മോനാണ്. സൂറ ടീച്ചർ മോനാണ്. ഉമ്മയും മകനും ഒരേ പന്തലിലാണ് സ്കൂളിന്റെ. ആരോട് പറയും? എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും കുടുംബങ്ങളെ? അവരെ ടീച്ചറുടെ ഭർത്താവ് അധ്യാപകനാണ്. ഉണ്ട്, പോയിട്ടില്ല. നമുക്കൊക്കെ അറിയാം, നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ വെക്കേഷൻ ആകുമ്പോൾ ഓരോ ടീമുകളായിട്ട് പോകും, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ പോകും, രക്ഷിതാക്കൾ മാത്രമായിട്ട് പോകും, PTA കമ്മിറ്റി, MTA കമ്മിറ്റി ആയിട്ടൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് കമ്മിറ്റി അവർ പ്ലാൻ ഇട്ടതാവും. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഒരിക്കലും ഇങ്ങനൊരു യാത്ര, അത് നമ്മളെ മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഒരു ഗ്യാരണ്ടി, ലോകത്തൊരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാദേശികമായിട്ടുള്ള നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ ഒരു തീരാ നഷ്ടം തന്നെ. ഞാൻ ടീച്ചറെ ഇതിന് വിളിക്കാല്ല, പ്രസിഡന്റ് വിളിക്കാല്ല. കാരണം ഈ നാടിന്റെ പൾസർ എന്നൊരു വ്യക്തിയാണെന്ന നിലക്കാണ്. ഒരു 5 വർഷം പ്രസിഡന്റ് ആയിരുന്നല്ലോ. സ്കൂളൊക്കെ എല്ലാ ബന്ധങ്ങളും ഉണ്ടാവും അല്ലേ? ബന്ധത്തിലായിരുന്നു അല്ലേ? HM മരണപ്പെട്ടിട്ടുണ്ട്. HMന്റെ പേര് അജിത ടീച്ചർ. വീട് പുലാമന്തോളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കൂടെ ഡ്രൈവർ ഇപ്പം എന്താ പറയാ, അപകടാവസ്ഥയിലാണ്. ഹോസ്പിറ്റലിലാണ്. ഡ്രൈവർ മരണപ്പെട്ടു എന്ന് കിംബദന്തിയുണ്ട്. പക്ഷെ അതല്ല സത്യാവസ്ഥ. കോയമ്പത്തൂർ ഹോസ്പിറ്റലിലാണത്. പിന്നെ മിംസിലൊക്കെ ആരൊക്കെ മാറിയിട്ടുണ്ട്? പിന്നെ അവിടെ ഒരു കുട്ടിനെ
പിന്നെ ഷക്കീല എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, തൊട്ടപ്പുറത്ത് പാങ്ങി UP സ്കൂളിൽ വർക്ക് ചെയ്യണം. അവര് ഇവരായിട്ടുള്ള ഒരു എന്താ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഇവർ വിളിച്ചപ്പോൾ പോയത്. ആ ടീച്ചറെ കുട്ടി എന്താ കോട്ടക്കൽ മിംസിൽ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 4 പേര് ഇപ്പൊ പിന്നെ പുറത്തുണ്ട്, 5 പേര്, 4 പേര്, 2 കുട്ടികളും 2 ഡ്രൈവർമാർ 2 പോയിട്ടുണ്ട്. അതങ്ങനെയല്ല, ഒന്ന് സ്കൂളിന്റെ ഡ്രൈവർ, സ്കൂൾ ബസ്സിലെ ഡ്രൈവർ, ഒരു നൗഷാദ് പറയുന്ന ആള്, പിന്നെ ഈ ട്രാവലറെ ഡ്രൈവർ. അതെ, നമുക്ക് ഈ ഒരു അപകടാവസ്ഥയിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പരത്തുന്ന സമയത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. അതിന്റെ പേരിലാണ് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്ത് പറഞ്ഞു തരുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവർക്കൊക്കെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. കാരണം മക്കളാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സാണ്, ചെറിയ കുഞ്ഞു മോനാണ്. ഹാഷിമിൻ്റെ ഒക്കെ മുഖം കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, മുഖത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ഏതായാലും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുക, യാത്ര പോകുന്നവർ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ സേഫായിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.